18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം RCBയുടെ കരങ്ങളിലേക്ക് എത്തിയ IPL വിജയ കിരീടം. രാജ്യമെമ്പാടുമുള്ള റോയൽസ് ചലഞ്ചേഴ്സ് ബംഗളൂരു ആരാധകരുടെ ആഘോഷങ്ങൾക്ക് അതിരുണ്ടായിരുന്നില്ല. വിജയാഘോഷത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 11 പേർ മരിച്ച സംഭവത്തോടെ ഇന്ത്യൻ കായിക ചരിത്രത്തിലെ കറുത്ത ദിനമായി മാറുകയായിരുന്നു ജൂൺ 4. സംഭവത്തിൽ 47 പേർക്ക് പരിക്കേറ്റുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വിധാൻ സൗദ മുതൽ വിജയാഘോഷം നടന്ന ചിന്നസ്വാമി സ്റ്റേഡിയം വരെ 4 ലക്ഷത്തോളം പേർ വിക്ടറി പരേഡ് കാണാൻ അണിനിരന്നുവെന്നാണ് സൂചന. ഇതിൽ 3 ലക്ഷത്തോളം പേർ മാത്രം സ്റ്റേഡിയത്തിനുള്ളിലും പുറത്തുമായി നിന്നു. ഇതോടെ ദുരന്ത ഭൂമിയായി ചിന്നസ്വാമി സ്റ്റേഡിയം മാറുകയായിരുന്നു. സംഭവത്തിൽ കർണാടക ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ബംഗളൂരുവിലെ വിധാൻ സൗദയിൽ നിന്ന് ആരംഭിച്ച 2 കിലോമീറ്റർ അകലെയുള്ള ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് എത്തുന്ന രീതിയിലാണ് RCB അധികൃതരും KCAയും പരേഡ് നിശ്ചയിച്ചിരുന്നത്. 3 ലക്ഷത്തോളം പേർ ഇവിടേക്ക് ഒഴുകിയെത്തിയതോടെ കാര്യങ്ങൾ പോലീസിന് നിയന്ത്രിക്കാനാകാതെ വരികയായിരുന്നു. അതിനിടെ വിക്ടറി പരേഡിന് ബംഗളൂരു പോലീസ് അനുമതി നിഷേധിച്ചിരുന്നുവെന്നും പക്ഷേ RCB തീരുമാനവുമായി മുന്നോട്ട് പോവുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. തുറന്ന ബസ്സിൽ പരേഡ് നടത്തുന്നതിനാണ് പോലീസ് അനുമതി നിഷേധിച്ചത്. വിക്ടറി പരേഡ് തിരക്ക് അനിയന്ത്രിതമാക്കിയെന്നാണ് വിലയിരുത്തൽ. RCB വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമാണെന്ന അറിയിപ്പും ഇതേ തുടർന്നുണ്ടായ അനിയന്ത്രിതമായ ജനക്കൂട്ടവും ഇടുങ്ങിയ ഗേറ്റുമാണ് ബംഗളൂരുവിലെ ദുരന്തത്തിന് പ്രധാന കാരണമായതെന്നാണ് വിവരം. 11 പേരാണ് ദുരന്തത്തിൽ മരിച്ചത്. 47 പേർക്ക് പരിക്കേറ്റു. ആയിരക്കണക്കിന് പേർ സ്റ്റേഡിയത്തിലേക്ക് കടക്കാൻ കാത്തു നിന്നിരുന്നുവെന്ന് പോലീസും ദൃക്സാക്ഷികളും പറയുന്നു. തുടക്കത്തിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് പാസ് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ പാസ് ലഭിച്ചുള്ളൂ. വളരെ പെട്ടെന്ന് നിശ്ചയിച്ച പരിപാടിയായതിനാൽ തുടർന്ന് എല്ലാവരെയും സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഗേറ്റ് തുറന്നതോടെ ആരാധകർ തിക്കി തിരക്കി ഉള്ളിലേക്ക് കയറി. ഇടുങ്ങിയ ഒറ്റ ഗേറ്റ് വഴി മാത്രമായിരുന്നു പ്രവേശനം എന്നതും ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. മരിച്ചവരിൽ ഭൂരിഭാഗവും യുവാക്കളാണ്. 35,000 പേരെ ഉൾക്കൊള്ളാനാകുന്ന ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് 2 മുതൽ 3 ലക്ഷം വരെ പേരാണ് എത്തിയതെന്നും ചൊവ്വാഴ്ച നടന്ന മത്സര വിജയം ആഘോഷിക്കാൻ ബുധനാഴ്ചയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും ഇത്രത്തോളം ആളുകൾ എത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ലെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. ഒരു കുട്ടിയടക്കം 11 പേരുടെ ജീവൻ കവർന്ന ചിന്നസ്വാമി സ്റ്റേഡിയം അപകടത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ച് കർണാടക സർക്കാർ. ദുരന്തമുണ്ടായത് എങ്ങനെ എന്നതിലാണ് മജിസ്ട്രേറ്റ് തല അന്വേഷണം. ഉത്തരവാദികൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പുറത്ത് ദുരന്തം നടന്നിട്ടും സ്റ്റേഡിയത്തിനകത്ത് വിജയാഘോഷം തുടർന്നതിനെതിരെ വിമർശനമുയർന്നിരുന്നു. സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രസ്താവന മണിക്കൂറുകൾക്ക് ശേഷം പുറത്തിറക്കുന്നതിന് മുൻപ് ആരാധകർ ടീമിനെ വരവേൽക്കുന്ന വീഡിയോ RCB പുറത്തുവിട്ടതും വിമർശനം ക്ഷണിച്ചു വരുത്തി. ഇതാണ് ശുദ്ധമായ സ്നേഹത്തിന്റെ സ്വീകരണം എന്ന കുറിപ്പോടെയുള്ള വീഡിയോ വിമർശനത്തെ തുടർന്ന് പിന്നീട് പിൻവലിക്കുകയായിരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്കായി RCB കെയേഴ്സ് എന്ന പേരിൽ സഹായ ഫണ്ട് രൂപവൽക്കരിക്കും. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് കർണാടക സർക്കാരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഭവത്തിൽ 15 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് വിശദീകരണം തേടുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.